ഹായ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മീൻസ് പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരിക്കും, ഞാൻ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നെ എപ്പോഴും മിസ് ചെയ്യണം. ഇനിയിപ്പോൾ പിണങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പറയണ്ട, അവരിങ്ങോട്ട് വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവണം ഈ ഒരു ടൈമിൽ, അപ്പോൾ എന്നോടുള്ള സ്നേഹം ഇങ്ങനെ കൂടുമല്ലോ എന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിക്കും. കാരണം നമുക്കറിയാം മിസ് ചെയ്യുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൂടുന്നുള്ള കാര്യം. ഞാൻ വീണ്ടും പറയണു, ഇതൊരിക്കലും പ്രണയിക്കുന്ന ആളുകളെ മാത്രം ബേസ് ചെയ്ത് ചെയ്യുന്നതല്ല. നിങ്ങൾ മാരേജ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിലും, പക്ഷെ വളരെ അടുത്തടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് എന്നും കൂടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവും തോന്നുന്നില്ല. എങ്കിലും ഇതിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. പക്ഷേ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളുണ്ടായിരിക്കുമല്ലോ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന, ഇടയ്ക്ക് മാത്രം വരുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കും ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ടോപ്പിക് എന്നുള്ളത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നല്ല, നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടാനായിട്ട്, അതല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, പിണങ്ങിയിരിക്കുന്ന സമയത്ത് അവർ നമ്മൾ ഒരുപാട് മിസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒരു 90% നിങ്ങൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിളിക്കാനേ പാടില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ കോൾ ഒരിക്കലും എടുക്കരുത്. ഇങ്ങനെയല്ല നമ്മൾ പറയുന്നത്. 90% എന്നാണ് പറയുന്നത്, ബാക്കി 10% നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ അവരെ വിളിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെസ്സേജോ കോളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, വീണ്ടും അവർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നോക്കാതിരുന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആ മെസ്സേജ് എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് സംസാരിക്കുന്ന രീതിയിലാവരുത്. മീൻസ് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് നിന്ന് കഴിഞ്ഞിട്ട്, അതായത് കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നിട്ട് ഹലോ പറഞ്ഞ് നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചാടിക്കയറി സംസാരിക്കരുത്. അതേപോലെ അവർ വിളിക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മറ്റൊന്നും കൊണ്ടല്ല പറയണത്, നിങ്ങൾ ഒരുപാട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് അവർ വിളിക്കുമ്പോഴേ നിങ്ങളെടുത്ത് സംസാരിക്കുകയാണ്, അവർ മെസ്സേജ് അയക്കുമ്പോഴേ നിങ്ങളെടുത്ത് റിപ്ലൈ കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യും ഇവർക്കിത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതായത് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണല്ലോ, എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവിടെ പിണങ്ങിയിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ വിചാരിക്കും ഇവർക്ക് ഇത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും ആ ഒരു തെറ്റ് ആവർത്തിക്കുന്നുള്ളതാണ്. കാരണം നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവരെ തെറ്റ് ആവർത്തിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. സോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കുറച്ചൊക്കെ ശാഠ്യം പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് വാശിയുള്ളതുപോലെ നിങ്ങൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമല്ല. അതായത് പിന്നീട് ഒരിക്കലും അവരെ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുതെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് മെസ്സേജ് ചെയ്യുക, അങ്ങനെ യാതൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, വളരെ മാന്യമായ രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. മാന്യമായ രീതി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയാന്ന് നമുക്ക് പോലും അറിയില്ല. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പിലാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്തും പറയാം. അത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും. ഇനിയിപ്പോൾ ഓക്കെ ആയില്ലെങ്കിലും കുറച്ചൊക്കെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും. പക്ഷെ നമ്മുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ആളുകളോട് ഒരിക്കലും നമ്മൾ വളരെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ട ആൾ തന്നെയാണ്. നമുക്ക് അവർക്ക് പകരം മറ്റൊരാളെ കൊണ്ടുവരാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് അതിന് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അവരുടെ ഇടയിലൊരു പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മോശമായ വാക്കുകൾ യൂസ് ചെയ്തിട്ട് അവരോട് സംസാരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര പിണങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിലും, എത്ര ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെങ്കിലും മോശമായ രീതിയിൽ അവരോട് സംസാരിക്കാതെ മാന്യമായ രീതിയിൽ സംസാരിക്കുക. ഇപ്പം നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഹലോ, അല്ലെങ്കിൽ വളരെ കാമായിട്ട് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നിങ്ങൾ വളരെ മാന്യമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഫീൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ അല്ല, എന്തോ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഒരു ഡിസ്റ്റൻസ് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ നിങ്ങളെ മിസ് ചെയ്യണം. അതായത് നിങ്ങൾ പഴയ നിങ്ങളുടെ സംസാരങ്ങളും ബിഹേവിയറും അവർ മിസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കണത്. മീൻസ് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ അവരോട് സംസാരിക്കാൻ എന്നുള്ളതാണ്. പഴയതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ
അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. പക്ഷേ എപ്പോഴും ഈ കാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഡെയിലി വിളിക്കുന്ന സമയത്ത് ഇതേപോലെ പെരുമാറുമ്പോൾ അവർക്ക് അത്ര ഒരു എന്താ പറയുക, അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. കാരണം ഇത് സ്ഥിരമുള്ള പരിപാടിയാണെന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പകരം ഇടയ്ക്കൊക്കെ അവർ നിങ്ങളെ മിസ് ചെയ്യണം തോന്നുന്ന സമയങ്ങളിൽ മാത്രം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുക, പക്ഷേ ദേഷ്യത്തിലല്ല, മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫണ്ണി ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ പിക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചിലരുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരിലും അങ്ങനെ പറയുന്നില്ല. ചിലരൊക്കെ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കാറുള്ളത്. പക്ഷേ മറ്റ് പലരും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതിൽ നിന്നും നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെയും പഴയ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നുന്ന അങ്ങനത്തെ കുറേ ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിലായിരിക്കണം കാണുന്നവർക്ക് ഫീൽ ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോ എന്ന് ഞാൻ പറയുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കുറേ പിക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെ കുറച്ച് കോമഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവർ ഫീൽ ചെയ്യും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇവർക്ക് ഇപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. അതായത് ഈ പിണക്കം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലോ, യാതൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്ത വരും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയണത്, അങ്ങനെ ഒരു തോന്നൽ വരുന്നുള്ളതാണ്. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഹാപ്പി ആണല്ലോ, എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ആ നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറച്ച് നല്ല ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റോറി അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആ രീതിയിൽ അവർ കാണുന്ന രീതിയിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പോസ്റ്റ് ചെയ്യാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് അവർക്ക് അധികം അങ്ങോട്ട് മെസ്സേജ് അയക്കുക വിളിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവരെപ്പോഴും ഓൺലൈനിൽ വരുന്ന സമയത്ത് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളെയും സെയിം ടൈം അവിടെ ആക്റ്റീവായിട്ട് കാണുകയാണ്. എപ്പോൾ നോക്കുമ്പോഴും നിങ്ങളിങ്ങനെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് മെസ്സേജും കോളൊന്നും ഇല്ല, വരുന്നില്ല, പിന്നെ ആർക്കായിരിക്കും അവിടെ മെസ്സേജ് അയക്കുന്നുണ്ടാവുക എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിലെ അപ്പോൾ ആർക്കായാലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സംശയമായിട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. സ്വാഭാവികമാണ്, എല്ലാവരിലും അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ്. അതായത് സംശയം വരാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതല്ലാതെ കുറച്ച് ദിവസത്തേക്ക് മീൻസ് നിങ്ങൾ എത്ര ദിവസത്തേക്കാണോ ഗ്യാപ്പ് ഇടുന്നത് ഒരുപാട് ദിവസം നിങ്ങൾ ഗ്യാപ്പ് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. 1-2 ദിവസം മാത്രം, അതിൽ കൂടുതൽ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിങ്ങൾ അവൈലബിൾ ആവരുത്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. കുറച്ച് ഒരു ഡിസ്റ്റൻസ് സോഷ്യൽ മീഡിയയും നിങ്ങളുമായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ എത്ര വലിയ പിണക്കത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ടാണ് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാവരുത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിൽ, അതായത് നിങ്ങൾ തന്നെ ഹാപ്പിയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിണങ്ങിയിരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് കുറയ്ക്കാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മീൻസ് ആക്റ്റീവായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ജോലികളും കാര്യങ്ങളൊക്കെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ അയ്യോ ഞാൻ പിണങ്ങിയിരിക്കുകയാണല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്നെ ഇനി വേണ്ടേ, ഇങ്ങനെയുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടും ആക്റ്റീവായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് അവർ ചിലപ്പോൾ മറ്റാരെങ്കിലും വഴി അറിയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവൾ അല്ലെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്, ആൾക്കൊരു കുഴപ്പമില്ല, നീ ഇപ്പോൾ തെറ്റിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്നുള്ളത് അവരറിയും. അങ്ങനെ അറിയുന്ന സമയത്തും ഈ പറയുന്ന പോലെ അവൾ അല്ലെങ്കിൽ അവൻ ഹാപ്പി ആണല്ലോ, അപ്പോൾ ഞാനില്ലെങ്കിൽ ഓക്കെ ആണോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. സോ അങ്ങനെ വരുന്നതും നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന് ഇപ്പോൾ താല്പര്യമില്ലേ, അങ്ങനെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. സോ ആ രീതിയിൽ നിങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്,
നിങ്ങളൊരു സോറി പറയുക എന്നുള്ളതാണ്. സോറി പറയാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സോറി പറഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് സോറി പറയുക എന്നുള്ളത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിന് സോറി എന്നുള്ളത് നിങ്ങൾ അവരോട് പറയാം. നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റെന്നുണ്ടെങ്കിലും സോറി പറയുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ള രീതിയിൽ പറയാം. ഒരു സോറി പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. സോ സോറി പറയുക. അപ്പോൾ നിങ്ങൾ സോറി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം അവിടെ തീർന്നു. അതായത് നിങ്ങൾ അവരോട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി ഡിസൈഡ് ചെയ്യേണ്ടത് അവരാണ്. അതായത് ഓക്കെ നമുക്കിനി മുന്നോട്ട് പോകാം എന്ന് പറയുകയാണെങ്കിൽ അത് അവരാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭാഗത്തുള്ള ഡ്യൂട്ടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. സോ നിങ്ങളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അവിടെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോറി പറയുക, അതിനുശേഷം അവർക്കുള്ള ടൈം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ സോറി പറഞ്ഞ ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സോറി പറയാന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യണം. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നില്ല. അതായത് പെട്ടെന്ന് നിങ്ങളെ മിസ് ചെയ്യും എന്ന് പറയുന്നില്ല. കാരണം ഓരോരോ ആളുകളുടെയും ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ക്യാരക്ടറിനനുസരിച്ചിരിക്കും അവരുടെ ആ ഒരു മനസ്സിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത്. പക്ഷേ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല, അതിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല. നല്ല മീൻസ് നിങ്ങൾക്ക് അതിൽ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ധൈര്യമായിട്ട് തന്നെ നിങ്ങളിത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്കിത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആവും, ഇത് ആവശ്യമാണ്, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത് മെയിനായിട്ട് മോട്ടിവേഷൻ വീഡിയോസും സൈക്കോളജിക്കൽ വീഡിയോസാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്